ഇതുവരെ കാണാത്തതും അനുഭവിക്കാത്തതുമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് നമുക്കെല്ലാം നമ്മുടെ അമ്പലത്തിൽ ഈ ഉള്ള 3 ദിവസം കലശം നടക്കുകയാണ്. അതായത് ഞങ്ങളാരും കണ്ടിട്ടേ ഇല്ല കലശം എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിലുണ്ടാവുക എന്നുള്ളത്. എന്തിനു പറയണോ, അമ്മമ്മ പോലും കണ്ടിട്ടില്ല. ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ എങ്ങാനും ഇവിടെ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും അത് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ തെക്കേ മഠം, നടുവിൽ മഠം സ്വാമിയാരൊക്കെ വരുന്നുണ്ട് നമ്മളുടെ അമ്പലത്തിലേക്ക്. അപ്പോൾ ഇതുപോലുള്ള മഹാത്മാക്കളായ വ്യക്തികളെയൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വലിയ പുണ്യമാണ്. പിന്നെ അവരുടെ മുന്നിലൊന്ന് നമസ്കരിക്കാൻ പറ്റുക. അപ്പോൾ വെച്ച് നമസ്കാരം അതുണ്ട് നമ്മൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ സ്വാമിയാരേനെ അവിടുന്ന് സ്വീകരിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 3 ദിവസങ്ങളായിട്ടാണ് ദ്രവ്യകലശം നമ്മുടെ അമ്പലത്തിൽ നടക്കുന്നത്. ചില അമ്പലങ്ങളിൽ അത് 6 ദിവസമായിട്ടും നടത്തുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താണ് ദ്രവ്യകലശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ്രവ്യങ്ങൾ കലശത്തിൽ നിറച്ചിട്ട്, വിവിധ തരത്തിലുള്ള ദ്രവ്യങ്ങൾ കലശത്തിൽ നിറച്ചിട്ട് പൂജിച്ച് ദേവന് അഭിഷേകം നടത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഈ ദ്രവ്യകലശം നടത്തുന്നത് അറിയോ? അത് ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യവും മഹത്വവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ദേവൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്. ഒരു നാട്ടിൽ ഒരു അമ്പലത്തിൻ്റെ ഐശ്വര്യം നല്ലപോലെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ആ നാടിൻ്റെ ഐശ്വര്യം കൂടിയാണല്ലേ. ഒരു നാടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലത്തെ ഓരോ വീടിൻ്റെയും ആ വീട്ടിലത്തെ ആളുകളുടെയും ഐശ്വര്യമാണല്ലേ. അങ്ങനെ രാവിലത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് സ്വാമിയാർക്കെല്ലാം വെച്ച് നമസ്കാരമാണ് കേട്ടോ. അപ്പോൾ സ്വാമിയാർക്ക് അവിടെ നമ്മൾ കുറേ ദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സമർപ്പിക്കുക വെച്ചാൽ അതൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നമസ്കാരം. ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലുള്ളവർ കൂടാതെ തന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇത് കേട്ടറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ദ്രവ്യ കലശമൊക്കെ കാണുക, നേരിട്ടിട്ട് കാണുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയുക എന്നുള്ളത് ഭയങ്കര പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത്രേ. ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർ നിങ്ങൾ നേരിട്ടിട്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രസാദമായിട്ട് പാൽപ്പായസം, ശർക്കര പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂജകളെല്ലാം കഴിഞ്ഞ് വെച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് സ്വാമിയാർ അങ്ങനെ തിരിച്ചു പോയി തന്നെ. അങ്ങനെ വൈകിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. ദീപാരാധനയ്ക്ക് ശേഷം വീണ്ടും പൂജകളൊക്കെ തുടരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള 2 ദിവസം കൂടെ നമ്മൾ ഈ ഒരു തിരക്കിലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.